ഹായ് ഓൾ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ നമുക്ക് ചെടികൾക്കിടയ്ക്കൊന്ന് നോക്കാം. നമ്മുടെ ഗാർഡനിലാണ്. ഹൈഡ്രാഞ്ചി അല്ല കേട്ടോ, ഞാൻ ഇതിൻ്റെ ബാക്കിൽ ചെടി കണ്ടോ, നമ്മുടെ മണിക്കൊന്ന, വെള്ളക്കൊന്ന എന്നൊക്കെ പറഞ്ഞ ചെടിയുണ്ട്. ഞാൻ നേരത്തെ ഷോർട്സിൽ കാണിച്ചിട്ട് നല്ല വെള്ള കളറിൽ പൂണ്ടാകുന്ന കണിക്കൊന്ന പോലെ തന്നെ നിറയെ കൊലകുത്തി പൂണ്ടാകുന്ന ചെടിയാണ്. നിറയെ ഉണ്ടായിരുന്നു ഇത്തവണ. അപ്പോൾ ഉണ്ടായതിന് ശേഷം ഇപ്പം എല്ലാം തീർന്നു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ കോല് പോലെ ഇങ്ങനെ ആ ഒരു ചെടി പൂ ഉണ്ടായ ഭാഗം മാത്രം ഇങ്ങനെ കോല് പോലെ നിൽക്കുന്നു. പൂവൊക്കെ തീരുകയും ചെയ്തു. അപ്പോൾ ഇത് എനിക്ക് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചപ്പോൾ എല്ലാം പെട്ടെന്ന് കയ്യിലേക്ക് ഒടിഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ഇത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എനിക്കിത് കാണുമ്പോൾ അപ്പം തന്നെ ചെല്ലി എന്തോ പോലെ ഉണ്ട്. അപ്പോൾ തന്നെ ഞാൻ പുറത്തുനിന്ന് പോയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് പോലും മാറ്റാൻ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ പൂ കണ്ടോ, ഇതുപോലെ കണ്ടോ, 2-3 പൂ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം തീർന്നു. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയായിട്ട് നിൽക്കുന്ന ചെടിയിൽ. അപ്പോൾ ഇതൊന്ന് ഒടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൽ കുറച്ച് ഉണങ്ങിയ കമ്പൊക്കെ ഉണ്ടായിരുന്നു ചെടിയിൽ. അപ്പോൾ അതൊന്ന് പറിച്ചു കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശരിക്കും ട്രിം ചെയ്ത് നിർത്തേണ്ടതാണ്. പക്ഷേ ഇത് വേനൽക്കാലമല്ല, അപ്പോൾ ഇപ്പോൾ ട്രിം ചെയ്ത് ശരിയാവില്ല. അപ്പോൾ മഴക്കാലമായിട്ടൊരു മെയ് ലാസ്റ്റിൽ ഈ ജൂൺ ആകുമ്പോഴത്തേക്കും മഴയൊക്കെ പെയ്യുന്ന സമയം നോക്കി ട്രിം ചെയ്താൽ മതി. നല്ലോണം വെട്ടി നിർത്തേണ്ടതാണ്. ഇനിയിപ്പം ആ സമയം നോക്കി വെട്ടി നിർത്താം. തൽക്കാലം ഞാൻ ഈ ഒരു ഭംഗിയായിട്ട് നിൽക്കുന്ന ഈ ഒരു കോലും കമ്പൊക്കെ ഒന്ന് പറിച്ചു കളയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അപ്പം തന്നെ ഇറങ്ങി അതിലേക്ക്. ഈ മണിക്കൊന്ന നല്ല ഭംഗിയായിട്ട് പൂണ്ടാവും, നല്ല വെള്ള കളറിൽ കണിക്കൊന്ന പോലെ തന്നെ. കണിക്കൊന്ന മഞ്ഞ കളറാണ്, ഇത് വെള്ള കളറാണ്. പക്ഷേ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ലോണം വെയിലുള്ള സ്ഥലത്ത് നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിറയെ പൂണ്ടാവും. പിന്നെ തൈയും പെട്ടെന്ന് മുളച്ച് വരുന്നുണ്ട്. ഇപ്പം നഴ്സറിയിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞാൻ എവിടുന്ന് വളരെ എനിക്ക് ചെറിയൊരു കമ്പ് കൊണ്ട് വെച്ചതാണ്. നിറയെ ഇതിൽ പൂണ്ടാവുന്നുണ്ട്, നിറയെ തൈയും പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെടികൾക്കിടയ്ക്കുള്ള പണി. കണ്ടില്ലേ, ഇത്രയും പറിച്ചു കളഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം. ഉദ്ദേശിക്കുന്ന പണി അപ്പോൾ ചെയ്താൽ നമുക്ക് സമാധാനമാണ്. പ്രത്യേകിച്ച് ചെടികളുടെ പണികൾ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്.